മുകേഷിനെ വെട്ടിലാക്കിക്കൊണ്ട് മുൻ ഭാര്യ സരിതയുടെ പഴയ അഭിമുഖം ഇപ്പോൾ ചർച്ചയാവുകയാണ്. അതും CPM സർക്കാരിലെ മന്ത്രി നടത്തിയ അഭിമുഖം. മന്ത്രി വീണ ജോർജ് നേരത്തെ ചാനലിന് വേണ്ടി മുകേഷിന്റെ മുൻ ഭാര്യ സരിതയെ ഇന്റർവ്യൂ ചെയ്തിരുന്നു. അതിൽ മുകേഷ് മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കുന്നതിനെ പറ്റി വിശദമായി സരിത പറയുന്നുണ്ട്. മുകേഷിന്റെ അച്ഛൻ O മാധവൻ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് പരാതിപ്പെടാതിരുന്നതെന്നും സരിത പറയുന്നുണ്ട്. ഇതും മുകേഷിനെതിരെയുള്ള ആയുധമാക്കി സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയാണ്. അഭിമുഖം നടത്തുന്നത് CPMലെ മന്ത്രിയാണെന്നതും ചർച്ചയാകുന്നുണ്ട്. മുകേഷിനെതിരെ പരാതി പുറത്തു വന്നതോടെ പാർട്ടിയിൽ പോലും ഭിന്നാഭിപ്രായങ്ങൾ വന്നു കഴിഞ്ഞു. CPMലും മുകേഷിനെതിരെ പടയൊരുക്കം ശക്തമാണ് എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. മുൻ ഭാര്യയും നടിയുമായ സരിത മൊഴി കൊടുത്താലും മുകേഷിനെതിരെ കേസെടുക്കേണ്ട സ്ഥിതിയിലാണ് ഇപ്പോൾ കാര്യങ്ങളുള്ളത്. അതിനിടെ മുകേഷ് MLA സ്ഥാനം രാജിവെക്കണമെന്ന് K അജിത ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. CPI ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം ആനി രാജയും മുകേഷിനെതിരെ രംഗത്തെത്തിയിരുന്നു. അതോടൊപ്പം തന്നെ എഴുത്തുകാരി സാറ ജോസഫിന്റെ നേതൃത്വത്തിൽ 100 സ്ത്രീപക്ഷ ചിന്തകൾ ഒപ്പിട്ട് പ്രസ്താവന ഇറക്കിയിട്ടുമുണ്ട്. CPM കൊല്ലം നേതൃത്വത്തിന് മുകേഷിനോട് താല്പര്യമില്ല. എന്നാൽ MLA സ്ഥാനം രാജിവെക്കുക എന്നത് വ്യക്തിപരമാണെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാട്. പ്രതിപക്ഷത്തെ പല MLA മാരും ലൈംഗിക പീഡന കേസിൽ പ്രതിയാണ് പോലും. ഈ സാഹചര്യത്തിൽ മുകേഷിനോട് രാജി നേരിട്ട് ആവശ്യപ്പെടില്ലെന്ന നിലപാടാണ് മുഖ്യമന്ത്രി. ഇടതുപക്ഷത്തെ പ്രധാന വനിതാ നേതാവായ CPIയുടെ ആനി രാജ പരസ്യമായി തന്നെ മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ മുകേഷിനെ സംരക്ഷിക്കാൻ എളുപ്പമാകില്ലെന്ന വിലയിരുത്തലും നിലനിൽക്കുന്നുണ്ട്. മുകേഷ് രണ്ടാം വിവാഹത്തിന് ഒരുങ്ങുന്ന സമയത്താണ് സരിത ഗുരുതരമായ വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയത്. സ്ത്രീകളോട് എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് മുകേഷിന് അറിയില്ല. സ്ത്രീ വിഷയങ്ങളാണ് പിരിയാനുള്ള പ്രധാന കാരണം. മദ്യപാനവും ഗാർഹിക പീഡനവും പതിവായിരുന്നുവെന്നും സരിത അഭിമുഖത്തിൽ പറയുന്നുണ്ട്. ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ എനിക്ക് പറയാൻ നാണക്കേടായിരുന്നു. എനിക്ക് സംഭവിക്കുന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഞാൻ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. സിനിമയിൽ ഇങ്ങനെയെല്ലാം കണ്ടിട്ടുമുണ്ട്. ജീവിതത്തിൽ അതെല്ലാം സംഭവിക്കുമെന്ന് ഞാൻ കരുതിയിട്ടില്ലായിരുന്നു. പുറത്തു പറയാനും മടിയായിരുന്നു. മാധ്യമങ്ങളിൽ നിന്ന് ചിലരൊക്കെ ഞാൻ അനുഭവിക്കുന്ന കാര്യങ്ങൾ അറിഞ്ഞിട്ട് വിളിക്കുമ്പോൾ ഞാൻ അവരോട് അതൊക്കെ നിഷേധിക്കുമായിരുന്നു. എനിക്ക് നാണക്കേടായിരുന്നു ആരോടെങ്കിലും ഇതൊക്കെ പറയാൻ. എല്ലാം നന്നായാണ് പോകുന്നത് എന്ന് ബോധിപ്പിക്കാൻ വേണ്ടി ഓണത്തിനൊക്കെ ഞങ്ങൾ ആഹ്ലാദം അഭിനയിച്ച് ഫോട്ടോസ് എടുക്കും. ഈ കുടുംബ പ്രശ്നങ്ങൾ നടക്കുന്നതിനിടയിൽ അദ്ദേഹത്തിന് പല ബന്ധങ്ങളും ഉണ്ടായിരുന്നു. അത് തെറ്റാണെന്ന് സ്വയം മനസ്സിലാക്കി അദ്ദേഹം തിരിച്ചു വരുമെന്ന് ഞാൻ വെറുതെ പ്രതീക്ഷിച്ചു. എൻ്റെ അച്ഛൻ മരിച്ചതിനു ശേഷം അദ്ദേഹത്തിൻ്റെ അച്ഛനെയായിരുന്നു ഞാൻ അച്ഛനായി കണ്ടിരുന്നത്. അദ്ദേഹത്തിന് ഞാനൊരു ഉറപ്പ് നൽകിയിരുന്നു. അതുകൊണ്ടാണ് പോലീസിലൊന്നും പരാതിപ്പെടാതെ അദ്ദേഹം മരിക്കുന്നത് വരെ ആ ഉറപ്പ് ഞാൻ സംരക്ഷിച്ചു. ഇതായിരുന്നു സരിതയുടെ പഴയ വെളിപ്പെടുത്തൽ. അതേസമയം തനിക്കെതിരെയുള്ള ആരോപണം വെറും കള്ളത്തരമാണെന്നാണ് മുകേഷിന്റെ വാദം. തനിക്കെതിരെയുള്ള ലൈംഗിക അതിക്രമ പരാതിയിൽ പരാതിക്കാരിക്ക് ഗൂഢലക്ഷ്യമുണ്ടെന്നാണ് മുകേഷ് പറയുന്നത്. തന്റെ സിനിമാ രാഷ്ട്രീയ ജീവിതം തകർക്കാൻ ലക്ഷ്യമിട്ടാണ് ആരോപണമെന്ന് പറഞ്ഞ മുകേഷ് ആരോപണം തെറ്റെന്ന് തെളിയിക്കാൻ 2009 മാർച്ച് 7 അയച്ച മെയിൽ സന്ദേശം തെളിവായിട്ടുണ്ടെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. തന്റെ മാന്യമായ പെരുമാറ്റത്തെ പരാതിക്കാരി അഭിനന്ദിച്ചിട്ടുണ്ട്. അറസ്റ്റ് ചെയ്ത റിമാൻഡിലായാൽ നികത്താനാകാത്ത നഷ്ടമുണ്ടാകും. അന്വേഷണവുമായി എല്ലാ തരത്തിലും സഹകരിക്കാമെന്നും മുകേഷ് മുൻകൂർ ജാമ്യ പറയുന്നുണ്ട്. പണം ചോദിച്ച് നടൻ മുകേഷിനെ താൻ ബ്ലാക്ക്മെയിൽ ചെയ്തെങ്കിൽ അതിന്റെ ശബ്ദ സന്ദേശം അദ്ദേഹം പുറത്തുവിടണമെന്നായിരുന്നു പരാതിക്കാരിയായ നടിയുടെ പ്രതികരണം. ബ്ലാക്ക്മെയിൽ ചെയ്തു എന്ന് ആരോപിക്കുന്നത് ഇരകളെ മാനസികമായി തളർത്താനാണെന്നും അവർ കൂട്ടിച്ചേർത്തു. മോശം അനുഭവം ഉണ്ടായതിന്റെ തെളിവെല്ലാം പോലീസിന് കൊടുത്തുവെന്നും തെളിവുകൾ സൂക്ഷിച്ചു വെച്ചിരുന്നതായും നടി മാധ്യമങ്ങളോട് വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും മുകേഷിനെതിരെയുള്ള അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിച്ചു കഴിഞ്ഞു. SP പൂങ്കുഴലിയാണ് അന്വേഷണത്തിന് നേതൃത്വം നൽകുക. ചേർത്തല DYSP ബെന്നിയാണ് മുകേഷിനെതിരായ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ. കൊച്ചിയിലെ നടിയുടെ പരാതിയിൽ നടൻ ജയസൂര്യയുടെ കേസ് ഒഴികെ മറ്റെല്ലാ കേസിന്റെയും അന്വേഷണ മേൽനോട്ടം SP പൂങ്കുഴലിക്കാണുള്ളത്. കേസ് വന്നതിന് പിന്നാലെ കൊല്ലം മണ്ഡലത്തിൽ നിന്ന് മുങ്ങിയ മുകേഷ് ഇതുവരെ ആരെയും കാണാൻ കൂട്ടാക്കിയിട്ടില്ല. അതേസമയം ആരോപണവും കേസും ഗൗരവമുള്ളതാണെന്ന ബോധ്യം CPMനുമുണ്ട്. പ്രതിഷേധം കടുപ്പിക്കാനൊരുങ്ങുകയാണ് പ്രതിപക്ഷം. പാർട്ടിയിൽ തിരുത്തൽ നടപടികൾ നടക്കുന്നതിനിടെ നേതാക്കൾ തുടർച്ചയായി സ്ത്രീ പീഡന ആരോപണങ്ങളിലും വാർത്തകളിലും നിറയുന്നതിൽ വെട്ടിലായിരിക്കുകയാണ് ഇപ്പോൾ CPM. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ പാർട്ടി MLA ആയ മുകേഷിന് നേരെയും അക്കാദമി ചെയർമാനായ രഞ്ജിത്തിന് നേരെയും ഉയർന്ന ആരോപണം പാർട്ടിയെ വലിയ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. പാർട്ടിയുടെ മുഖമായി പ്രവർത്തിക്കുന്നവർ ഇത്തരം ആരോപണങ്ങളിൽ കുടുങ്ങിയതിൽ പ്രവർത്തകരും വലിയ പ്രതിഷേധത്തിലാണ്. തിരുത്തൽ നടപടികളുടെ ഘട്ടത്തിലാണ് ഇപ്പോൾ പാർട്ടിയുള്ളത്. ജനവിശ്വാസം വീണ്ടെടുക്കാനുള്ള ശ്രമത്തിലാണ് സർക്കാരും. നിലവിലെ സാഹചര്യങ്ങളിൽ പാർട്ടിക്കുള്ളിൽ ഭിന്നാഭിപ്രായം ശക്തവുമാണ്. രഞ്ജിത്തിനെതിരെ പോളിറ്റ് ബ്യൂറോ അംഗം വൃന്ദ കാരാട്ടും വനിതാ മന്ത്രിമാരും നിലപാടെടുത്തു കഴിഞ്ഞു. സർക്കാരിനെ മോശമാക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് തനിക്ക് നേരെയുള്ള ആരോപണമെന്നായിരുന്നു രഞ്ജിത്ത് അന്ന് പറഞ്ഞിരുന്നത്. ഇത് പാർട്ടി ഏറ്റുപിടിച്ചിട്ടേയില്ല. പാർട്ടിയുടെ മുഖപത്രമാകട്ടെ ഈ വാദം വാർത്തയായി പോലും നൽകിയതുമില്ല എന്ന് ശ്രദ്ധിക്കണം. മുകേഷിനെയും പരസ്യമായി ന്യായീകരിക്കുന്ന നിലപാട് വേണ്ടതില്ലെന്നാണ് നേതാക്കൾക്കിടയിലെ ധാരണ. ഇനി CPM എന്തായിരിക്കും മുകേഷിനെതിരെ നടപടിയെടുക്കുക എന്ന് നമുക്ക് കണ്ടു അറിയാം.